What was the motivation that body successfully to you? Every film success motivates us, failure teaches us. ஸோ அதனால் வாழை ரொம்ப ஸ்பெஷலான ஒரு ஃபிலிம் தான் எனக்கு கண்டிப்பாக. ஃபர்ஸ்ட் ஆஃப் ஆல் மாரி செல்வராஜோட ஒர்க்கில் பார்க்குறது ஹாப்பினஸ். அதே மாதிரி இட்ஸ் அ வெரி பிக் லேர்னிங் ஃபார் மீ. வாழை அந்த அந்த லைஃப்பை பற்றி லேர்ன் பண்ணுறதுக்கான ஒரு ஸ்பேஸ் அதை பார்த்தேன். கண்டிப்பாக தொடர்ந்து அந்த மாதிரி உழைக்க சப்போர்ட் பண்ணுவோம். இந்த சக்ஸஸ் ரொம்ப ஹாப்பியாக இருந்தது. ரொம்ப வெரி ஹாப்பி. நாட் ஹாப்பி. டேரக்டர் சார், உங்கள் பேரில் இந்த வாலி இருக்கு, அது அனில்குமார் சார் அந்த படத்துக்கு கனெக்ஷன் இருக்கிற வாலி ராமாயணம். இது ராமாயண் வாலி, அதுதான் ஒரிஜினல். ஸோ அதோட கனெக்ஷனாக கூட இருக்கலாம், தெரியல. எப்படி நம்ம ஸ்ரீனிகம் கொச்சிக்காரன் மெட்ராஸ்காரன் அவரு முழுக்க மெட்ராஸ்காரனாவே மாறிட்டாரு அப்போ. ஸோ அதனால ரொம்ப ஈஸியாக இருந்துச்சு, ஜாலியாக இருந்தது. டயலாக் ப்ரெசன்டேஷன் டப்பிங் ஃபுல் டப்பிங் அவர் தான் பண்ணியிருக்காரு தமிழ். Yes, any more questions? ഒരു ഡെബ്യൂവിൽ ഇങ്ങനത്തെ ഒരു പാക്കേജ് തന്നെ എല്ലാ ഫ്ലേവറുള്ള പാക്കേജ് ഭയങ്കര ഭാഗ്യമുള്ള കാര്യം. അത് തമിഴ് തന്നെ ഭാഷ തിരഞ്ഞെടുക്കണം, അത് ഈ കഥ തന്നെ ആവണം. ഫസ്റ്റ് ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ സാധ്യതകൾ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു. ആദ്യം ഈ പറഞ്ഞ നമ്പർ ഓഫ് ഫൈറ്റ്സ് കുറവായിരുന്നു. ഫസ്റ്റ് the number of fights in the movie was less first when you narrated. Even songs were not there. So ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുന്ന സമയത്തില്ല. കഥയുടെ കൂടെ തന്നെ സിറ്റുവേഷൻ. അപ്പോൾ ഒരു സോങ് ഉണ്ട്, കല്യാണ സോങ് ഉണ്ട്, ഈ പറഞ്ഞ ഏതൊക്കെ കല്യാണമുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നത്. അത് ഞാൻ പറയാം, ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ്. ഈവൺ ഈ റിലീസ് പൊങ്കലിന് വരുന്നത് ഇൻക്ലൂഡിങ് നോക്കി കഴിഞ്ഞാൽ ഞാനത് ഒരു അത്ഭുതത്തോടെ കാണുന്നത്. ഓരോ ചേരുവകൾ ഇതിലേക്ക് പതുക്കെ ആയിട്ട് ആഡായി വന്നതാണ്. ഈവൻ ലാസ്റ്റ് നമ്മൾ കാതൽ സർട്ടിഫിക്കറ്റ് റീമിക്സ് ചെയ്തത് പോലും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പോയിന്റിൽ അത് വേണ്ടാന്ന് വെച്ചിരുന്നു. പിന്നീട് അത് വന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം. സിനിമ കാണുന്നതിന് തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഘടകങ്ങൾ വേണമെന്ന് പറയണ പോലെ അങ്ങനെ ഓരോന്നും വന്നു ചേർന്നതാണ് വലിയൊരു സന്തോഷമായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടും കാണുന്നത്. വയലൻസിനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നു. ഇപ്പൊ ഇവിടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള തമിഴിലേക്ക് ഇറങ്ങാൻ പോകുന്ന മാർക്കോ വയലൻസിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിലെ ആക്ഷൻസും കുറെ കൂടി ബ്രൂട്ടൽ വയലന്റ് രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് அந்த மாதிரி வைலன்ஸ்குள்ள நான் போகல. எங்களால் என்னன்னா இட்ஸ் அ ரியலிஸ்டிக் கமர்ஷியல் ஃபிலிம். ஓகே, ஸோ நம்ம பார்த்த விஷயங்கள் கேட்ட விஷயங்கள் இருக்கும்ல, ஸோ அதை ஸ்க்ரீனில் கொண்டுட்டு வரதா நான் ட்ரை பண்ணேன். எமோஷன்ஸ் இருக்கிற மாதிரி கோபம் இருக்க தான் செய்யும், வைலன்ஸும் இருக்க தான் செய்யும். ஆனால் அது நம்ம ப்ரொஜெக்ட் பண்ணுற விஷயத்தில் இருக்கு. ஸோ என்னால் முடிஞ்ச அளவுக்கு அதை லைவாக கொண்டுட்டு வந்திருக்கேன். கண்டிப்பாக பிடிக்கும். ஐஸ்வர்யா, நீங்க பேசி அந்த மலையாளத்துக்கு டீச்சர் இன்ட்ரோடக்ஷன் மலையாளம் சென்டென்ஸ் ஆறு நீங்க those sentences. My makeup artist. You expect any Malayalam film? No, as of now, no. I have not done any Malayalam films, but I would love to do a Malayalam film. ശരിക്കും കൊച്ചിയിൽ നിന്ന് ഈ മീഡിയ പ്രൊമോഷനിൽ പങ്കെടുക്കുമ്പോൾ ചെന്നൈയിലെ മീഡിയ പ്രൊമോഷനും നമ്മളുമായിട്ടുള്ള വ്യത്യാസം എന്താണ് പ്രധാനമായിട്ട് കണ്ടത്? അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസം. ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് പൂജയുടെ സമയത്ത് മീഡിയാസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തായിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് ടീസർ ലോഞ്ചിന് പോയപ്പോഴും കാതൽ സർട്ടിഫിക്കറ്റ് ലോഞ്ചിന് പോയപ്പോഴും ചെറുതായിട്ടൊരു ഇന്ററാക്ഷൻ. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് പോലെ ഞാൻ ഇരുന്നിട്ടില്ല. അവിടെ പ്രൊമോഷൻസ് നാളെ മുതലേ തുടങ്ങുന്നുള്ളൂ. ആ മീഡിയാസിനെ പറ്റി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. വലിയ വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് തോന്നിയില്ല. Next press meet of any film. ഈ ഒരു ചോദ്യം ഒന്നും കൂടെ ചോദിക്കാം. അതെ, അപ്പോഴേ എനിക്ക് അതിന്റെ എന്തെങ്കിലും മനസ്സിലാക്കുള്ളൂ. നാളെ മുതലേ അവിടെ തുടങ്ങുള്ളൂ ചെന്നൈയിൽ.
പ്രൊമോഷൻസ്. അപ്പോൾ ഇത് രാത്രി മൊത്തം തമിഴ് പഠിക്കുമോ വീട്ടിൽ? തമിഴ് പേശുവാല്ലേ ഇന്റർവ്യൂ? അവിടെ ചെന്നൈയിൽ പ്രസ് മീറ്റ് പോകുമ്പോൾ തമിഴ് പഠിക്കണ്ടേ? തമിഴിൽ പേശണം. ആ തമിഴ് ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു തമിഴ് പറയും. നീ പഠിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മെനക്കേടാണ്, മറന്നു പോകും. അപ്പൊ വെറുതെ അവിടെ ചെന്ന് വെറുതെ വിറക്കണ്ടല്ലോ, അതുകൊണ്ട് തോന്നാൻ അങ്ങനെ പറയും. ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അത്യാവശ്യം പറയാനറിയാം. പക്ഷെ ഇപ്പോ ഫസ്റ്റ് തമിഴ് പടങ്ങളാണ്. പോയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു തമിഴിൽ അഭിനയിച്ച? തമിഴില് അവിടെ കൾച്ചറും കാര്യങ്ങളൊക്കെ കൾച്ചറും കാര്യങ്ങളും ഞാൻ ചെന്ന ഷൂട്ട് 80% ഉണ്ടായത് പുതുക്കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഒരു 10-25-30 ദിവസം, ഐ തിങ്ക് 30 days പുതുക്കോട്ടയിലുണ്ടായി. ആ ടൈമിലാണെങ്കിൽ നോയമ്പായിരുന്നു. അപ്പൊ അവിടെയുള്ള ഭക്ഷണം, അവിടെയുള്ള അത്യാവശ്യം കുറച്ച് ആൾക്കാര്, അവിടെ തന്നെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഞാൻ കുറെ ഇറങ്ങി നടന്ന് ഈവനിങ് എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ നടക്കാൻ പോയായിരുന്നു. അവിടെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ തന്നെ ഞാൻ പതുക്കെ നടന്നൊക്കെ പോയി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു വന്നു. അത് ഇവിടെ നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലി നടക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ തമിഴ് സിനിമയിൽ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു വിഷയം, നമുക്ക് ഈവനിങ് വരെ ഇവർക്ക് വർക്ക് ഉണ്ട്. മോർണിംഗ് തുടങ്ങിയ ഈവനിങ് ആകുമ്പോഴത്തേക്കും പരിപാടി ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പോണവരെ പോകും. നമ്മുടെ ഇവിടെ രാവിലെ തുടങ്ങിയ നൈറ്റ് 9 വരെയാണ് ഒരു കോൾ ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളൊരു മേജർ വ്യത്യാസമുണ്ട് ഇൻഡസ്ട്രി വൈസ്. പിന്നെ ബാക്കിയൊക്കെ ഒരുമാതിരിയൊക്കെ സിമിലർ ആണ്. ഏതെങ്കിലും വലിയ ആർട്ടിസ്റ്റ് തമിഴ് നടന്മാരെ സെറ്റിൽ വിസിറ്റ് ചെയ്ത ഞങ്ങള് ഷൂട്ട് ചെയ്തത് കൂടുതലും ലൈവായിട്ടുള്ള ഹോസ്പിറ്റൽസ്, അതായത് ഒറിജിനലി അവിടെ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ. നമ്മളങ്ങനെ ഒരു സെറ്റ് ഇട്ട പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ലൈവായിട്ട് ബസ് സ്റ്റാൻഡ്, അതായത് അവിടെ നമ്മുടെ മുഖം ഇങ്ങനെ എല്ലാവർക്കും അറിഞ്ഞോടാത്തോണ്ട് ഈസി ആയിട്ട് പോയി ഷൂട്ട് ചെയ്ത് അതിന്റെ പരിപാടികളായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ സെറ്റിലേക്ക് ഒരാൾ വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഇത് പറഞ്ഞപ്പോ നമ്മുടെ ഇപ്പൊ 10-ാം തീയതി ആണെന്ന് അനൗൺസ്മെന്റ് വന്നപ്പോ വിജയ് സേതുപതി ഇതിന്റെ ഒരു പോസ്റ്റർ വെച്ചൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇതിന്റെ ഈവൻ പ്രമോ നിങ്ങൾ റിലീസ് ചെയ്തത് DQ ആയിരുന്നു. DQ ആയിരുന്നു ഇതിന്റെ പ്രൊമോഷൻ. ഫസ്റ്റ് നമ്മുടെ മദ്രാസ്കാരന്റെ, പിന്നെ ടോവിന് നമ്മുടെ തേത്തക്ക കല്യാണം റിലീസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് എല്ലാവരും, പിന്നെ സിംബു സാർ ടീസർ, സിംബു സാറാണ് ടീസർ റിലീസ് ചെയ്തത്. നല്ല കാര്യമാണ്. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമയും പാൻ ഇന്ത്യൻ രീതിയിലാണല്ലോ ഒരു റിലീസ് പ്രഖ്യാപിക്കുന്നത്. ഇതിന് ഈ ഒരു തമിഴില് മാത്രമാണോ റിലീസ് ഉള്ളത്? തമിഴില് മാത്രമേ ഉള്ളൂ, തമിഴ് ഭാഷയിലേ ഉള്ളൂ. പക്ഷെ അത് എല്ലായിടത്തും ഇപ്പോ എല്ലായിടത്തും ഉദ്ദേശിച്ചാൽ കേരളത്തിലും കൂടെ തമിഴിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. ബാക്കി സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയില്ല, അത് ഇറങ്ങിയതിന് ശേഷം അറിയുന്നു. ഇപ്പൊ നിലവില് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നില്ല, തമിഴ് സിനിമയായിട്ട് തന്നെയാണ് കാണുക. അതൊരു വോണ്ടഡ് ഡിസിഷനും കൂടെ ആയിരുന്നു. കാരണം കൾച്ചർ ഓറിയന്റഡ് ആയിട്ടൊരു സിനിമയാണ്. ഇപ്പൊ നമ്മള് അങ്കമാലി ഡയറക്ടർ ഒരു പടം തമിഴിൽ ഡബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതേപോലെ ഒരു കൾച്ചറിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, ആ സ്ഥലത്തിനും പ്രാധാന്യമുണ്ട്. അത് നമ്മളൊരു പെട്ടെന്നൊരു മലയാളം ശബ്ദം അവിടെ നിന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മാച്ച് ചെയ്യില്ല. അതുകൊണ്ട് നമ്മളത് തമിഴിൽ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത്. വർഷങ്ങളായിട്ട് മലയാളത്തിൽ എന്തുകൊണ്ടാണ് തമിഴ് ഇത്രയും ലേറ്റ് ആയിട്ട് വന്നില്ല? ഓഫേഴ്സ് ആഫ്റ്റർ കുമ്പളെങ്കിൽ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സെൻട്രൽ പരിപാടി ആയിരുന്നില്ല. ഇപ്പൊ ആഫ്റ്റർ RDX ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ പരിപാടിയിലുള്ള കുറച്ച് ഓഫേഴ്സ് വന്നത് ആ സമയത്താണ്. ഈവൻ തെലുഗുന്നൊക്കെ നമുക്ക് കോൾസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം എന്താണെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, കഥ. നമുക്കിപ്പോ ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക്
ആ കഥാപാത്രമായിട്ട് ആ ഒരു 40-42 ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ജോലി പോലത്തെ ഒരു പരിപാടി, അതെനിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കണക്റ്റ് ആവുന്ന പരിപാടി പിടിക്കണം. അങ്ങനെ കണക്റ്റ് ആയ എല്ലാം ഒത്തും വന്നു. അപ്പോൾ ഇത് ചില കഥകളാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പോൾ ചില പ്രാക്ടിക്കൽ വിഷയങ്ങൾ ആ പ്രോജക്റ്റ് നടത്താണ്ടായി പോയ സിറ്റുവേഷൻസ് ആണ്. പക്ഷെ ഇതെല്ലാം നടന്നു വന്നു, എല്ലാം കറക്റ്റ് നടന്നു വന്നതാണ്. ഡയറക്ടർ സാർ, ஆனால் இப்போ தமிழ்லேயே நிறைய படம் பண்ணுறாங்க. தமிழில் படம் பண்ணுறப்போ அங்கே உள்ள ஆக்டரை வச்சு படம் பண்ணுறது இல்லை, ஹிந்தி தெலுங்கு ஆக்டர் இல்லை மலையாள ஆக்டர் அவங்கள வச்சு மெயின் ரோல் கொண்டு போகிறது. அங்கேயே இப்போ கமெண்ட் செக்ஷன் நிறையாவே பிரச்சனை இருக்குது. இப்போ இது தமிழ் மெட்ராஸ்காரன் பேர், ஆனால் ஆக்டர் சாரை வச்சு பண்ணுறப்போ இது என்ன ரீசன்? கரெக்ட் தான். என்ன கேட்டிங்கன்னா நான் அப்படி ஸ்டேட்டாக நான் பிரித்து பார்க்கல. ஸோ ஒரு டைமில் மோகன்லால் சார்லேருந்து மம்முட்டி சார் வரைக்கும் அங்கே வந்து கிளக்கிட்டு போனாங்க. இங்கேருந்து கமல் சார் பண்ணியிருக்காரு, நிறைய பேர் நடிச்சிருக்காங்க. ஸோ இதெல்லாம் அப்போவே ஸ்டார்ட் பண்ணுது. ஆர்டிஸ்ட் அவ்வளோதான். அவர் எங்கேருந்து வந்தாலும் சரி, எந்த ஊர்ல இருந்து வந்தாலும் சரி, எங்களுக்கு அவர் ஆர்டிஸ்ட் அப்படிதான். அவ்வளோதான் நான் பார்க்குறேன். ஸோ நான் அந்த ஸ்டேட் ஆர்டிஸ்ட் இந்த ஸ்டேட் ஆர்டிஸ்ட்ன்ற அந்த ஐடியாலஜிக்குள்ளே நான் போகல. ஸோ ரொம்ப நல்ல நடிகர், அவரை வச்சு ஒரு படம் பண்ணணும்னு தோணுச்சு. ஸோ அந்த ரியலிஸ்டிக்காக ஒரு விஷயத்தை கொண்டுட்டு வரணும்னு தோணுச்சு. ஸோ அதனால தான் நாங்கள் அவரை தேடி வந்தோம். இப்போ இந்த கேரக்டருக்குன்னு சாரை செலக்ட் பண்ணதா இல்லை ஸ்டோரி எழுதுனது அந்த மாதிரி பேசிஸ்? கதை எழுதி முடிச்சதுக்கு அப்புறம் எனக்கு ஒவ்வொரு ரைட்டர்ஸ்க்கும் ஒரு நாலேஜ் இருக்கும்ல, ஒரு ஐடியா. எல்லாருமே வந்து இவர் தான் நடிக்கணும் அப்படின்னு நினைச்சு ஸ்கிரிப்ட் எழுத முடியாது, அது நடக்காது. எடுத்தோடனே ஒரு பெரிய ஹீரோ வச்சு கதை எழுதணும்னு நினைப்போம், அது நடக்காதுன்னு தெரியும். ஸோ எல்லாத்தையும் தூக்கி பிளாங்காக ஓரமாக வச்சுட்டு ஒரு ப்ராப்பராக ஒரு கேரக்டரை டிசைன் பண்ணி ஒரு கதையை எழுதி லாக் பண்ணதுக்கப்புறம் இதுக்கு யார் பொருத்தமாக இருப்பான்னு தேடுவோம்ல. ஸோ அப்படி தேடும்போது நிறைய பேர் படங்கள் பார்ப்போம். அப்படி நான் இவரோட படங்கள் நிறைய பார்த்தேன். ஸோ இவர் கிடைச்சா நல்லா இருக்கும், சூப்பராக இருக்கும், இந்த கேரக்டர் எனக்கு அடுத்த ஸ்டேஜ் கொண்டுட்டு போக முடியும்னு ஒரு சிலர் மேலே தான் நம்பிக்கை அதிகமாக வரும். அந்த மாதிரி தோணுச்சு. ஸோ கேரக்டருக்காக எவ்வளோ தூரம் வேணாலும் தேடி போகலாம், தப்பு இல்லை. நாட் ஒன்லி இப்போ இவரும் இருக்காரு, இவங்க ஐஸ்வர்யா இருக்காங்க, அவங்க ஐ மீன் ஷீ இஸ் நாட் ஒன்லி தமிழ். கலை சார் இருக்காரு, நிஹாரிகா தெலுங்கு. ஸோ எல்லாரையுமே தான் வச்சு பண்றேன், எல்லா ஸ்டேட்டுமே உள்ள இருக்காங்க.